നല്ലൊരു കുട്ടനാടൻ സ്റ്റൈല് താറാവ് മപ്പാസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒന്ന് ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിട്ട നല്ല കിഡിലൻ താറാവ് മപ്പാസ് അപ്പത്തിൻ്റെയും വട്ടയപ്പത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ കറിക്കായിട്ട് ഞാനിവിടെ 1 കിലോ താറാവിറച്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. താറാവിറച്ചി കഴുകിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിനാഗിരി ഒഴിച്ചത് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ആ താറാവിൻ്റെ ആ ഒരു മണമുണ്ട് താറാവിന്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു മണം കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, കൂടെ 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം 1 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. വിനാഗിരിയൊക്കെ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ കറി വെക്കുമ്പോൾ ആ താറാവിൻ്റെ ആ ഒരു മക്ക് മണം എന്നൊക്കെ പറയും, അതൊക്കെ കുറയാൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ വിനാഗിരിയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് താറാവ് കറി വെച്ച് നോക്കുക കേട്ടോ. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. ഇതും ഒരു സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ അതിനായിട്ടൊരു 20ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി, 1 സ്പൂൺ പെരിഞ്ജീരകവും 1 സ്പൂൺ കുരുമുളകും. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കുരുമുളക് ചേർക്കാവേ. 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം, അരഞ്ഞു പോകരുത് കേട്ടോ. അതായത് ഇതുപോലെ ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. കുക്കറിലാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത്, കാരണം താറാവിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ അത് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയാണ് ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ബേ ലീഫ്, തക്കോലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മസാല കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർക്കാം. 2 സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കനം കുറച്ച് ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞ സവോള ചേർക്കുന്നുണ്ട്. സവോള അടുത്തത് വഴറ്റണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. 1 സ്പൂൺ ഗരം മസാല, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് ചേർക്കാം. താറാവ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ താറാവിൻ്റെ കളറൊക്കെ ഒന്ന് പതുക്കെ ചേഞ്ച് ആവും. ആ സമയത്ത് വേണം തേങ്ങാപ്പാൽ ചേർക്കാൻ. ഒരു ചെറിയ തേങ്ങ 1 ഗ്ലാസ് ഒഴിച്ച് 1/4 പാലും 2 ഗ്ലാസ് ഒഴിച്ച് 2/2 പാലുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 2 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 4 സ്പൂണോളം മിൽക്ക് പൗഡർ ചേർത്ത് കലക്കി നമുക്ക് 2/2 പാൽ ഉണ്ടാക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ എനിക്ക് ഏതാണ്ട് 3 വിസിൽ വേണ്ടി വന്നു നമ്മുടെ താറാവ് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ആ താറാവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വേവിൻ്റെ സമയം മാറും. ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാൻ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് നേരിട്ട് ചേർത്താലും മതി, താറാവ് വെന്ത് കഴിയുമ്പോൾ നേരിട്ട് ചേർത്താലും മതി. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ചേർക്കുന്നതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ച ശേഷം വെറുതെ എണ്ണയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരു 3/4ഓളം വേവ് ആയി കഴിഞ്ഞാൽ മതി, ഒരു വറവായാൽ മതി. പിന്നീട് അത് ആ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഉരുളക്കിഴങ്ങിന്. ഞാൻ എപ്പോഴും മപ്പാസിൽ അങ്ങനെയാണ് ചെയ്യുക. ഒരു 3 വിസിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് പോയ ശേഷം ഞാനിപ്പോൾ കുക്കർ തുറക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. 3 വിസിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അത് ചട്ടിയിലേക്ക് മാറ്റണമെന്നൊന്നുമില്ല, ഇത് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് സൗകര്യത്തിന് ഞാൻ മാറ്റിയെന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിള വന്ന ശേഷം നമുക്കിതിലേക്ക് 1/2 പാൽ ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് 1/2 പാൽ എടുത്തിരിക്കുന്നത്. 1/2 പാൽ ഒഴിച്ച ശേഷം പിന്നീട് അത് വെട്ടി തിളയ്ക്കാനായിട്ട് നിൽക്കരുത്. ഒന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാനപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും സവോളയും കൂടെ വറുത്തതാണ് ചേർക്കുന്നത്. സെപ്പറേറ്റ് തന്നെ വറുത്തെടുക്കുക കേട്ടോ. സവോള ഇതുപോലെ ഈ ഒരു കളറാകുന്നത് വരെ, ഇതിൽ കൂടുതൽ മൂത്ത് പോകരുത്, ഈ ഒരു കളറിൽ വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുടെ വറുത്തതും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം ഇനി അത് അടച്ചു വയ്ക്കാം. സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. വട്ടയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അപ്പത്തിൻ്റെയും വട്ടയപ്പത്തിൻ്റെയും ഒക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്